ഗൈസ്, ഐ ലീഗിൽ ഓരോ മാച്ച് വീക്ക് കഴിയും തോറും നാടകീയത കൂടിക്കൂടി വരികയാണ് എന്ന് പറയേണ്ടി വരും. നമ്മൾ അത് എപ്പോഴും ഓരോ മാച്ച് വീക്സ് കഴിയുമ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെങ്കിലും 16ാമത്തെ ആഴ്ച കഴിയുമ്പോൾ ഐ ലീഗിൽ വീണ്ടും ട്വിസ്റ്റുകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് അരങ്ങേറുന്നത് എന്നുള്ളതാണ്. കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് നാംദാരിയുടെ പോയിന്റ് ഡ്രോപ്പ് ആയത്. അതായത് സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലെയറെ കളിപ്പിച്ചതിൻ്റെ പേരിൽ അപ്പോൾ അവർ ജയിച്ച മത്സരത്തിന് അവർക്ക് 3 പോയിന്റ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു ടീമിന് കൂടി ആ തരത്തിലൊരു പണി കിട്ടുന്നു. ചർച്ചിൽ ബ്രദേഴ്സിനാണ്. അവർ ഒരു വിദേശ താരത്തിന് റെഡ് കാർഡ് കിട്ടിയ മത്സരത്തിൽ അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മറ്റൊരു വിദേശ താരത്തെ ഇറക്കിയതാണ് ഒരു പണി കിട്ടുന്ന സാഹചര്യത്തേക്ക് വന്നത്. ഐസ്വാളിനെതിരെ നടന്ന മത്സരമായിരുന്നു. ആ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ ഒരു മാറ്റം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചിലിന് 1 പോയിന്റ് കുറയും, എന്നാൽ ഐസ്വാളിന് 2 പോയിന്റ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ജി ഡിയിൽ ഇത് വരും, ചർച്ചിലിന് -3യും ഐസ്വാളിന് +3യും വരും. എന്താണെങ്കിലും ഇത് ഗുണകരമായിട്ട് വന്നത് ഇന്റർ കാഷിക്ക് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവർക്ക് വിജയിക്കാനായി കഴിഞ്ഞാൽ ഒരു നല്ല നിലയിലേക്ക് വരാൻ പറ്റുമെന്ന് സംസാരിച്ചിരുന്നു. ഇന്റർ കാഷിക്ക് എന്താണെങ്കിലും 16 മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ 31 പോയിന്റ് ആയിരിക്കുകയാണ്. ഒടുവിൽ നടന്ന ഡൽഹി FC-ക്കെതിരെ നടന്ന മത്സരത്തിൽ അവർക്ക് 1-0 എന്ന് പറയുന്നൊരു വിജയം സ്വന്തമാക്കാനായതാണ് ഇതിനൊരു കാരണമായത്. എന്നാൽ ചർച്ചിലിൻ്റെ കാര്യം ഇപ്പോൾ ലാസ്റ്റ് മാച്ച് നംദാരിക്കെതിരെ ഒരു ഡ്രോ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഒരു പോയിന്റിനും കൂടെ ഡ്രോപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ 28 പോയിന്റായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഇന്റർ കാഷിയേക്കാളിൽ ഇപ്പം 3 പോയിന്റിൻ്റെ ഒരു ഡിഫറൻസ് അവർക്കുണ്ട് എന്നുള്ളതാണ്. റിയൽ കാശ്മീരിന് ഈ ഒരു അവസരം ഉപയോഗിക്കാൻ പറ്റിയൊരു സാധ്യതയായിരുന്നു. കാരണം രാജസ്ഥാനെതിരെ വിജയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവർക്ക് 2ാമതേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ രാജസ്ഥാൻ്റെ ഹോം മാച്ച് ആയിരുന്നു. 4-0 എന്ന് പറയുന്നൊരു സ്കോറിലാണ് റിയൽ കാശ്മീർ എന്ന് പറയുന്ന ഫോമിലുണ്ടായിരുന്ന ഒരു ടീമിന് തോൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. സോ ഇതോടുകൂടി അവർ പറഞ്ഞ പോലെ 26 പോയിന്റോടെ 3ാം സ്ഥാനത്തേക്കായി എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിലെ ഫുട്ബോൾ ഫാൻസിന് സന്തോഷിക്കാമെന്നുള്ളൊരു കാര്യം, ഗോകുലം കേരള വീണ്ടും വിജയിച്ചുകൊണ്ട് 4ാമത്തെ ഒരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഐ ലീഗിൽ പോയിന്റ് ടേബിളിൽ ഐസ്വാളിനെതിരെ നടന്ന മത്സരത്തിൽ 2-1 എന്ന് പറയുന്നൊരു വിജയമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. 25 പോയിന്റാണ് നിലവിലുള്ളത്. എന്താണെങ്കിലും നിലവിൽ ഇന്റർ കാഷി എന്ന് പറയുന്ന പോയിന്റ് ടേബിൾ 1ാമത് നിൽക്കുന്ന ടീമുമായിട്ട് 6 പോയിന്റിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. സോ സ്റ്റിൽ 6 മാച്ചസ് ഒരു അവശേഷിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. എന്താണെങ്കിലും രാജസ്ഥാൻ യുണൈറ്റഡിനും ഷില്ലോങ്ങിനും നാംദാരിക്കും ഒക്കെ 23 പോയിന്റാണുള്ളത്. നാംദാരി 7ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകം. നോക്കുക, 2 ആഴ്ചകൾക്ക് മുമ്പ് 1ാമതായിട്ട് ഇങ്ങനെ നിന്നിരുന്നൊരു ടീമിൻ്റെ ഒരു അവസ്ഥയാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്താണെങ്കിലും ശ്രീനിധിക്ക് 22 പോയിന്റായി. അവരിപ്പോൾ ഒന്ന് തിരിച്ചു കയറി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെംബോയ്ക്കെതിരെയുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ച ഒരു സമീപകാലത്തായിട്ട് കുറച്ച് വിജയങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഐസ്വാളിന് ഒരു +2 പോയിന്റ്സ് കിട്ടുമെങ്കിലും അവർ സ്റ്റിൽ റെലഗേഷൻ സോണിൽ തന്നെയാണുള്ളത്. അത് കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കുന്നില്ല. എസ്പെഷ്യലി ഇപ്പം SC ബംഗളൂരു ഒക്കെ വിജയിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം അവർ പോയിന്റ് ഡിഫറൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിലാണുള്ളത്. എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഐ ലീഗിൻ്റെ ഈ ഒരു പോക്കിനെ പറ്റി തോന്നുന്നത്? ടീമുകൾ ഇൻകൺസിസ്റ്റൻ്റ് ആകുന്നതാണോ, അതോ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗ് ആണതാണോ ഇങ്ങനെ ഒരു പോയിന്റ് ടേബിൾ എപ്പോഴും ഒരു മലക്കം മറിയുന്നത്, നാടകീയതകളും ട്വിസ്റ്റുകളും സംഭവിക്കാനുള്ള കാരണം? തീർച്ചയായിട്ടും കമ്പൂസിനെ ഒരു കാണിക്കാൻ സനി ഓഫ്.